ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഉപനിഷത്ത് സ്വാധ്യായത്തിലേക്ക്, ഉപനിഷത്ത് വിചാരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ മനനത്തിന് പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് കഠോപനിഷത്തിനെയാണ്. ഈ ഒരു ഉപനിഷത്ത് പരമ്പരയിൽ ആദ്യത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസ്യ ഉപനിഷത്തിനെ പഠിക്കുകയുണ്ടായി. ഈശാവാസ്യ ഉപനിഷത്ത് യജുർവേദത്തിന് രണ്ട് യജുർവേദങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിന് കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും. അപ്പൊ ശുക്ല യജുർവേദത്തിൽ നിന്നായിരുന്നു ഈശാവാസ്യ ഉപനിഷത്ത് ശുക്ല യജുർവേദത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉപനിഷത്ത് ബൃഹദാരണ്യകവും ശുക്ല യജുർവേദത്തിൽ വരുന്നതാണ്. ഈ കഠോപനിഷത്ത് പിന്നെ നമ്മൾ പഠിച്ചത് കേനോപനിഷത്താണ്. അത് സാമവേദത്തിൽ വരുന്നതാണ്. അതാണ് കഴിഞ്ഞ ഇതിൽ നമ്മൾ തീർത്തത്. അപ്പൊ ഈശവും കേനവും കഴിഞ്ഞു. ഈ കഠോപനിഷത്ത് വരുന്നത് കൃഷ്ണ യജുർവേദത്തിലാണ്. അപ്പോ ആ കൃഷ്ണ യജുർവേദത്തിൽ പിന്നെ അതുപോലെ മുഖ്യ ഉപനിഷത്തുകളായിട്ട് വരുന്നത് ഈ രണ്ടെണ്ണമാണ്. ഒന്ന് കഠോപനിഷത്തും മറ്റൊന്ന് തൈത്തരീയവുമാണ്. അപ്പോ ഇതില് ഉപനിഷത്തിന് ഒരു ആമുഖം ആയിട്ട് വിസ്തരിച്ച് തന്നെ കഴിഞ്ഞ രണ്ട് ഉപനിഷത്തുകളിൽ ഉപനിഷത്തിന് ആമുഖം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് പുതുതായിട്ട് കഠോപനിഷത്ത് മാത്രം കേൾക്കാൻ വന്നിട്ടുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പറയുന്നു. നിങ്ങൾ ആ ആമുഖം ഒരു മൂന്നോ നാലോ എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്നത് ഇതിന് കൂടുതൽ അതിൻ്റെ പ്രാഥമികമായ കുറെ കാര്യങ്ങൾ, ഉപനിഷത്തുകളുടെ ഘടന അല്ലെങ്കിൽ ഉപനിഷത്ത് ഏതൊക്കെ വിഭാഗങ്ങളിൽ പെടുന്നു, പിന്നെ ആ ആചാര്യന്മാർ എങ്ങനെയാണ് ഇത് വന്ന കൈവഴികള്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വേദവും അതിൻ്റെ പിരിവുകളും അതെങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കണം എന്ന് പുതുതായിട്ട് വരുന്നവര് അതൊന്ന് കേൾക്കണം എന്നുള്ളത് നമ്മുടെ ഒരു അപേക്ഷയാണ്. അത് ഇതിന് കൂടുതൽ സഹായകമാവും. ഉപനിഷത്തുക്കളൊക്കെ ആരംഭിക്കുന്നത് ശാന്തിമന്ത്രത്തോട് കൂടിയിട്ടാണ്. അപ്പൊ നമുക്കിതില് നേരെ ശാന്തി മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇതിലെ ശാന്തി മന്ത്രം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. രണ്ട് ശാന്തി മന്ത്രങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് മനനം ചെയ്തതാണ്. അതൊന്ന് പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് പറയുന്ന ഈശാവാസ്യത്തിന്റെ ശാന്തി മന്ത്രം. കേനോപനിഷത്തിനെ ആപ്യായന്തു മമാങ്കാനി വാക്പ്രാണശ്ചക്ഷു ശ്രോത്രമതോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു തഥാത്മനി നിരതേ യ ഉപനിഷത്സു ധർമ്മ തേ മയി സന്തു. ഇതായിരുന്നു കേനോപനിഷത്തിന്റെ ശാന്തി മന്ത്രം. കഠോപനിഷത്തില് ഇങ്ങനെ വേദങ്ങള് ഓരോന്ന് അതിൻ്റെ ശാഖകളൊക്കെ മാറുന്നതിനനുസരിച്ച് ശാന്തി മന്ത്രങ്ങളും അങ്ങനെ മാറും. ഇവിടെ ഇത് ശാന്തി മന്ത്രം കൃഷ്ണ യജുർവേദത്തിലാണ് കഠോപനിഷത്ത് ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുണ്ടായി. അപ്പോ അവിടെ ഉപയോഗിക്കുന്ന ശാന്തി മന്ത്രം സഹനാവവതു എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ശാന്തി മന്ത്രമാണ്. നമുക്ക് ആ ശാന്തി മന്ത്രത്തെ
പരിചയപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രണവത്തോടുകൂടി, ഓംകാരത്തോടു കൂടിയാണ് ശാന്തി മന്ത്രങ്ങളൊക്കെ ആരംഭിക്കുന്നത്. പ്രണവം മംഗളം എന്നുള്ള മംഗളാരംഭത്തോടു കൂടി മംഗളം ചെയ്തുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഒന്നാണ്, ശിഷ്ടാചാരമാണ്, പൂർവികന്മാർ അനുവർത്തിച്ചു പോന്നിട്ടുള്ളതാണ്. ഓംകാരത്തെ മംഗളമായിട്ടും അതുപോലെ തന്നെ ബ്രഹ്മത്തിന്റെ ശബ്ദരൂപിയായിട്ടുള്ളതാണ് പ്രണവം, ഓംകാരം എന്ന് പറയുന്നത്. ഇനി ഈ ഓംകാരത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഉപനിഷത്ത് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിസ്തരിച്ചുള്ള പഠനമാണ്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. മുൻ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ മംഗള അർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നു. ഓം സഹ നൗ അവതു, അതാണ് സഹനാവവതു. സഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, വളരെ പ്രധാനപ്പെട്ട ഒരു ശാന്തി മന്ത്രമാണ്. ഒരുമിച്ച്. നൗ, നമ്മളെ രണ്ടുപേരെയും, അവതു, രക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോ സഹ നൗ അവതു, ഒരുമിച്ച് നമ്മെ രണ്ടുപേരെയും സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. അപ്പൊ ഇവിടെ സാമാന്യ രീതിയിൽ അർത്ഥം പറഞ്ഞു പോരാറുള്ളത്, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപനിഷത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം, കമന്ററീസ് ഉണ്ടാവാം. അപ്പൊ അതിലൊക്കെ പല അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതില് പ്രധാനമായിട്ട് നമ്മൾ കാണുക, രണ്ടുപേരെന്നുള്ളതിന് ഇവിടെ ഗുരുവും ശിഷ്യനും എന്നുള്ളതാണ്. അങ്ങനെയാണ് അർത്ഥം പറഞ്ഞു പോരുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഗുരുവും ശിഷ്യനും രക്ഷിക്കട്ടെ, ഗുരുവിനെയും ശിഷ്യനെയും പരിപാലിക്കട്ടെ എന്ന് പറയുമ്പം അതിനൊരു ചെറിയ ഒരു പരിമിതി ഉണ്ട് എന്ന് പറയാം. വാസ്തവത്തിൽ ഈ ശബ്ദം അപരിമേയമായിട്ടുള്ള ഒന്നാണ്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ പരിമിതപ്പെടുത്തുന്നില്ല. ഈ സംസ്കൃത ശബ്ദത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ സഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്, ഒരുമിച്ച് എന്ന് മാത്രമാണ് സഹ. നൗ എന്ന് പറഞ്ഞാൽ രണ്ടുപേർ. അതാരാണ് രണ്ടുപേർ? അവിടെയാണ് അതാരാണ് രണ്ടുപേരെന്ന് നമ്മളെ ഓരോരുത്തരും ആണ് അതിനെ തീരുമാനം എടുക്കുന്നത്. എനിക്ക് എൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരാളും കൂടെ ആരാണ്? രണ്ടുപേരെ രക്ഷിക്കട്ടെ എന്നാണ്. ഓ, നമുക്ക് തോന്നുന്നു ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഈ ശാന്തിമന്ത്രം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കോവിഡിന്റെ കാര്യത്തില് എന്നെ മാത്രം രക്ഷിച്ചാൽ പോരാ, പിന്നെയോ ഈ ഭൂമണ്ഡലത്തില് എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളും രക്ഷപ്പെടണം,
അയാൾക്കും ഈ രോഗം പൂർണ്ണമായി മാറണം. എങ്കിൽ മാത്രമേ എനിക്കും സുരക്ഷ ഉണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് അവിടുന്ന് ഇവിടെ എത്താൻ വലിയ താമസമൊന്നുമില്ല. ഞാൻ അവിടെ പോകണം എന്നില്ല. അങ്ങനെയാണല്ലോ ഇത് സകല സ്ഥലത്തും എത്തിയിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, എന്നോട് ചേർക്കാൻ. അപ്പോ രണ്ടുപേരും സഹാ നൗ അവതു, ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പം അതിൻ്റെ വലിയ വിശാലമായിട്ടുള്ള താല്പര്യത്തെ നോക്കിയാൽ എനിക്ക് എന്നോട് ചേർക്കാൻ പറ്റാത്ത ആരാണ് ഈ ഭൂമണ്ഡലത്തിലുള്ളത്? എല്ലാം ചേരുമ്പോഴേ ഞാനും പൂർണ്ണാവുന്നുള്ളൂ. ഈ പ്രകൃതിയുണ്ട്. കാരണം ഈ കുട്ടികളെ ഈ ശാന്തി മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറ്. ആരൊക്കെയാണ് രക്ഷപ്പെടേണ്ടത്? കുട്ടികൾ പെട്ടെന്നാണ് കൃത്യമായ ഓരോരോ അവരുടെ ഉത്തരങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവർ പെട്ടെന്ന് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എന്ന് മാത്രമല്ല പറയുക, അവരാ പട്ടികയെ വലുതാക്കും. എപ്പോഴും അവരങ്ങനെയാണ്. അതുപോലെ നമ്മൾ രക്ഷപ്പെടേണ്ടത് സഹാ നൗ അവതു. അപ്പോ എൻ്റെ നിലനിൽപ്പ്, ഇതിന്റെ ശരിയായ താല്പര്യം ഇതാണ്, എൻ്റെ നിലനിൽപ്പ് മറ്റൊന്ന് നിലനിൽക്കുമ്പോഴാണ്. അപ്പൊ ആ മറ്റുള്ള ഘടകം, അത് വ്യക്തിയാവാം, എന്തും ആവാം, അത് നിലനിൽക്കേണ്ടത് എൻ്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് രണ്ടും സഹനാവതു സഹാ നൗ അവതു. ഗുരുവും ശിഷ്യനും തീർച്ചയായിട്ടും ഇപ്പോ നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് സംരക്ഷിക്കട്ടെ, ഒരുമിച്ച് പരിപാലിക്കട്ടെ. സഹനാവതു. ഇത് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഒരു സാധ്യതയുണ്ട്. കാരണം സംസ്കൃതത്തിൽ നൗ എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും എന്നർത്ഥം പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ പുസ്തകങ്ങളിൽ കണ്ടേക്കാം. പക്ഷെ അതിന്റെ ശരിയായ അർത്ഥമാണോ എന്ന് ചോദിച്ചാൽ അല്ല. രണ്ടുപേർ എന്നേ ഉള്ളൂ. സഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, അവധു എന്ന് പറഞ്ഞാൽ പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ എന്നൊക്കെയാണ്. രണ്ടുപേരെയും പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ ഉപനിഷത്ത് ഋഷിയുടെ മനസ്സിൽ നിന്ന് അതിനെ നോക്കിക്കാണുന്ന സമയത്ത് എന്നെ നിലനിർത്തുന്നതിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വിശേഷപ്പെട്ട സ്ഥാനമുണ്ട്. അപ്പൊ അത് പരിരക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ് ഞാനും പരിരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് എല്ലാ കാര്യത്തിലും നമുക്കിത് വളരെ ആവശ്യമായിട്ടുള്ള സഹ, ഒരുമിച്ച്, നൗ അവതു, സഹനാവതു. അടുത്തത് സഹ നൗ ഭുനക്തു. സഹ ഒരുമിച്ച്, വീണ്ടും ഭുനക്തു അനുഭവിക്കുന്നത്. എന്തൊക്കെയാണോ നമ്മൾ അനുഭവിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്കല്ല. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുക എന്നുള്ളത് എനിക്ക് മാത്രം എന്നത് അതൊരു ശരിയായിട്ടുള്ള നിലപാടേ അല്ല. അതുകൊണ്ട് ഒരുമിച്ച്. അപ്പൊ ആരൊക്കെ അനുഭവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അനുഭവിക്കുന്നതിന് മറ്റൊരുപാട് ഘടകങ്ങളുടെ എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഔദാര്യം, സഹായം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വലിയ സംഭാവന, തീർച്ചയായിട്ടും ഇതാണ് ഒരുമിച്ച് അനുഭവിക്കൽ. ഏതനുഭവങ്ങളും കൂട്ടായത്, ഒരു കളക്റ്റീവായിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ എന്നതിനെ വിശ്വവുമായി, വിശ്വത്തിലെ ഘടകങ്ങളൊക്കെ ആയിട്ട് ചേർക്കുക. പലപ്പോഴും അങ്ങനെയാണ്. ചില സമയങ്ങളിലൊക്കെ ചില ആളുകളോട് ഒരു 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 പ്രോജക്റ്റ് എന്തെങ്കിലുമൊക്കെ സക്സസ് ആയി എന്നിരിക്കട്ടെ, അപ്പൊ അവരെപ്പോഴും പറയുന്നത് എന്താണ്, ഞാനൊരു അതിന്റെ കൂട്ടത്തിൽ ഒരാളാണ്,
പക്ഷെ ഇതൊരു ടീം വർക്കാണ്. ഞങ്ങളുടെ ആ ടീമിന്റെ എഫേർട്ടിലാണ് അവരുടെ മൊത്തം ആളുകളുടെ, നമ്മൾ പറയുമല്ലോ, അവരുടെ ഒരു 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 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെഡിക്കേഷനും ഒക്കെയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാനെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഇത്, മറിച്ച് ഒരു ഒരു കുറെ ആളുകളുടെ, ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണെന്ന് പറയാം. അപ്പോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ വിജയത്തെ അല്ലെങ്കിൽ ഇതിനവർക്കൊക്കെ സമർപ്പിക്കുന്നു എന്ന് പറയും. അതിതാണ് സഹ നൗ ഭുനക്തു, ഞങ്ങൾ ഒരുമിച്ച് അനുഭവിക്കും.